ഹലോ, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ വിത്ത് സജലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുത്തൂരിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോവുകയാണ് മിറാക്കിൾസ് ട്രാവൽസിൻ്റെ വണ്ടിയിൽ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുക. നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ യാത്രയിൽ കാണാം. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ കുതിരാൻ തുരങ്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാണ് കുതിരാൻ തുരങ്കം. ഏകദേശം 1 കിലോമീറ്റർ ഇല്ലെങ്കിലും 1 കിലോമീറ്റർ, കഷ്ടി 1 കിലോമീറ്റർ നീളം കുതിരാൻ തുരങ്കത്തിനുണ്ട്. അപ്പോൾ ഇത് ചെന്ന് അവസാനിക്കുന്നതും പാലക്കാട് ജില്ലയുടെ തുടക്കത്തിലേക്കാണ്. പക്ഷേ പാലക്കാട് ജില്ല തുടങ്ങുന്നത് ചുവന്നമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുതിരാൻ തുരങ്കം കടന്ന് നമ്മുടെ നെന്മാറ, കൊല്ലങ്കോട്, പൊള്ളാച്ചി വഴി പളനി ടച്ച് ചെയ്യുന്നില്ല. അവിടുന്ന് ഒട്ടച്ചത്രം, അവിടുന്ന് നമ്മൾ മധുരയ്ക്ക് കടക്കും. മധുര നമ്മൾ കയറുന്നില്ല. അവിടുന്ന് നമ്മൾ നേരെ രാമേശ്വരത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂട്ട്. അവിടെ ചെന്നിട്ട് ഇനി അവരെന്തെങ്കിലും പ്ലാനിൽ മാറ്റം വരികയാണെങ്കിൽ മാത്രം നമുക്ക് മധുരയും പളനിയൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കുതിരാൻ തുരങ്കം കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ പോകാൻ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നെന്മാറ, അവിടുന്ന് ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റിൽ നമുക്ക് സീൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഓൺലൈൻ പെർമിറ്റ് ആയതുകൊണ്ട് അവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല. അവിടെ നേരെ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റ് സീൽ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് കിടക്കും. പൊള്ളാച്ചി, ഉടുമൽപേട്ട്, പളനി മല നമ്മൾ കയറുന്നില്ല. തിരിച്ച് വരുമ്പോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാം. മധുര നമുക്ക് ലിസ്റ്റിലില്ല. അപ്പോൾ നമ്മൾ മധുര ഒഴിവാക്കും. അവിടെ നേരെ ഒട്ടച്ചിത്രം, മധുര വഴി അങ്ങോട്ട് നേരെ രാമേശ്വരം ആണ് നമുക്ക് പ്ലാനിലുള്ളത്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളെ കൈ കാണിക്കാനായിട്ട് പോലീസുകാർ എന്തായാലും ഉണ്ടാവും. രാത്രി യാത്ര ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ 50ൻ്റെ കുറച്ച് ചേഞ്ചുകൾ വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം കൈ കാണിക്കും, എന്തായാലും അവിടെ പൈസ കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർ പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാക്കി നമ്മുടെ വണ്ടിക്കെതിരെ ഫൈനുകളിടും. അപ്പോൾ അതുണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പരമാവധി അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം പൊള്ളാച്ചി എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിലേക്ക് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ നൈറയുടെ പമ്പാണ്. അപ്പോൾ അങ്ങനെ ചായ കുടിക്കാനും ഒരു സൗകര്യമുള്ളൊരു പമ്പാണ്. നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ അടിപൊളി പമ്പാണ്. അപ്പോൾ ഈ വഴിക്ക് പോകുന്നവർ ഈ പമ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അത്ര ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമുകളോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയിൽ നിന്നെടുത്തു. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഉടുമൽപേട്ട് റോട്ടിലാണ്. പളനി ഉടുമൽപേട്ട് റോഡാണ് ഈ കാണുന്നത്. പണി നടക്കുന്നതാണ്, 6 വരിയുടെ പണി നടക്കുന്ന ഇതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അകലെ വിൻഡ് മില്ലുകളൊക്കെ കാണാം. നമ്മുടെ തമിഴ്നാട് സർക്കാരിൻ്റെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രങ്ങളാണ് കാണുന്നത്. ഈ വഴിയിൽ നമുക്ക് ഇനി ഒരു ടോള് വരുന്നുണ്ട്. 6 മാസത്തിന് ശേഷം ഇനി ഇതും പ്രതീക്ഷിക്കാം. ഈ റോട്ടിൽ ഈ ഒരു ടോള് കൂടി പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ നേരെ ഇനി ഉച്ച ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഹോട്ടലിലേക്കാണ് പോണത്. അപ്പോൾ ഈ വഴിയിൽ അധികം ഹോട്ടലുകളില്ല. ഇതൊരു ബൈപ്പാസ് റോഡായതുകൊണ്ട് അധികം ഹോട്ടലുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ നേരെ ഒട്ടച്ചിത്രം എത്തുന്നതിന് മുന്നേ ഒരു ഹോട്ടലുണ്ട്, അപൂർവ എന്ന് പറഞ്ഞിട്ട്. നമ്മളിനി അവിടെയാണ് നിർത്താൻ പോകുന്നത്.
അങ്ങനെ നമ്മൾ പളനി കഴിഞ്ഞു. നമ്മൾ ഒറ്റച്ചിത്രം എന്ന് പറയുന്ന സ്ഥലം എത്താറായിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തണം. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഒറ്റച്ചിത്രം എത്തുന്നതിന് മുന്നുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ നോൺ വെജും വെജും അവൈലബിൾ ആണ്. ഈ കാണുന്നത് വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഈ കാണുന്നതാണ് നോൺ വെജിൻ്റെ ഹോട്ടൽ. അപ്പോൾ നിങ്ങൾക്ക് വെജ് കഴിക്കുന്നവർക്ക് വെജ് കഴിക്കാം, നോൺ വെജ് കഴിക്കുന്നവർക്ക് കഴിക്കാം. നല്ലൊരു വൃത്തിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കേരളത്തിലെ കാറ്റും മഴയൊക്കെയാണ്. അപ്പോൾ തമിഴ്നാട്ടിലും ആടിമാസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആടിമാസം 10 ദിവസം ഭയങ്കര കാറ്റാണെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഭയങ്കര പൊടിക്കാറ്റാണ്. ഇവിടെ നിൽക്കാൻ തന്നെ പറ്റണില്ല. നമ്മൾ വേഗം വണ്ടിയുടെ ഉള്ളിൽ കയറിയിരുന്നു. അങ്ങനെ നമ്മൾ പാമ്പൻ പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ രാമേശ്വരം ഏകദേശം നമ്മൾ എടുക്കാറായി. അപ്പോൾ കുറച്ച് നേരം വൈകി. നമ്മൾ അവിടെ ഇവിടെ കുറച്ച് സ്റ്റേ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ പാമ്പൻ പാലത്തിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ കടലിൻ്റെ മുകളിലൂടെയുള്ള പാലാണ്. ഏകദേശം 2.5 കിലോമീറ്റർ നീളം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. വ്യക്തമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ പാലത്തിന് ഇപ്പോൾ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഹനം ആദ്യമൊക്കെ നമ്മൾ നിർത്തി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇനി നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ നിർത്തി നമ്മൾ ഫോട്ടോ എടുക്കാനോ എന്തിനേലൊക്കെ നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ നമുക്ക് വീട്ടിലേക്ക് കടലാസ് വരും. നമ്മളെ വണ്ടി ബ്ലാക്ക് ലിസ്റ്റിലാക്കും. അപ്പോൾ നിങ്ങൾ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ നിർത്താൻ അനുവാദമില്ല. നിങ്ങൾക്ക് പാലത്തിൻ്റെ മുകളിലൂടെ പോവാം, ഒരിക്കലും നിർത്താനായിട്ട് പാടില്ല. ഇനി അഥവാ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലത്തിൻ്റെ അപ്പുറത്തോ ഒരു പാലം തുടങ്ങുന്നതിന് മുന്നോ എവിടെയെങ്കിലും നിങ്ങൾ ഒതുക്കിയിട്ടതിന് ശേഷം നടന്ന് പോകണം. പാലത്തിന്മേൽ നിർത്തി ആളെ കയറ്റാൻ ഇറക്കാനൊന്നും പാടില്ല, ഫോട്ടോ എടുക്കാനും നിർത്താനൊന്നും പാടില്ല. നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വരും. 1-2 രൂപയല്ല ഫൈൻ വരിക, നല്ല ഫൈൻ വരും. കാരണം അത്രയും ക്യാമറകളാണ് ഇപ്പോൾ അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഓരോ ക്യാമറ അടിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇരുട്ടായ കാരണം കൊണ്ട് 2 സൈഡിലും കടലാണ്. കടലിൻ്റെ നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമുക്കത് കാണാനായിട്ട് പറ്റില്ല, രാത്രി ആയതുകൊണ്ട് കാണാനായിട്ട് പറ്റില്ല. നമുക്ക് പകലേ തിരിച്ചു വരികയാണെങ്കിൽ പരമാവധി ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും, നോക്കി നോക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ റെയിൽവേ ട്രാക്ക്. നമ്മൾ പാമ്പൻ റെയിൽവേ ട്രാക്ക് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കപ്പലൊക്കെ പോകുമ്പോൾ ഓപ്പൺ ആക്കും, സെൻറ്റർ ഓപ്പൺ ആവും. അത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൂരെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു പില്ലറൊക്കെ കാണുന്നില്ലേ, അത് അതിൻ്റെ ഇതാണ്, റെയിൽവേയുടെ പില്ലറാണ് അതൊക്കെ. ഇപ്പോൾ റെയിൽ ഗതാഗതം ഇല്ല എന്നാണ് തോന്നുന്നത്, അറിയില്ല.
അങ്ങനെ നമ്മൾ പാമ്പൻ പാലം ഇവിടെ അവസാനിച്ചു. നമ്മൾ രാമേശ്വരത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാമേശ്വര യാത്രയുടെ വീഡിയോസൊക്കെ ബാക്കി നാളെ കാണാം. നമ്മളെടുത്തിട്ടുള്ള റൂമാണിത്. നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 9:30 ആയി. റൂം കിട്ടാനൊക്കെ ലേറ്റായി. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്, നല്ലൊരു രാത്രി ആശംസിക്കുന്നു. ഈ ഹോട്ടൽ നമ്പറൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുക്കാം. ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം.